ഇതെൻ്റെ മകൻ ആരോൺ. അവന് 2-3 വയസ്സ് പ്രായമുള്ള സമയം തൊട്ട് ചെറിയ രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഇഷ്യൂസ് കണ്ടു തുടങ്ങിയിരുന്നു. കുറച്ചൊക്കെ ഒരു മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും വളരെയേറെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എനിക്ക് കൃപാസനത്തിലൊരു പത്രം തന്നു. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഈ പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് സിസ്റ്റർ ഒന്ന് പോയി നോക്കൂ എന്ന് മാത്രം പറഞ്ഞു. നിയോഗങ്ങൾ 6 എഴുതണം, അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മളിതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് വേണമോ ദൈവം മനസ്സിലാക്കാൻ? അല്ലല്ലോ. ആദ്യം ഈ കുട്ടി അടങ്ങിയിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പമാണ്. ഉടമ്പടി വസ്തുക്കളും ആയ തേന്, ഉപ്പ് ഇവ കൊടുക്കുമായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. മറ്റാരോടും ഒരു പരാതിയും പറഞ്ഞില്ല, ആരോടും ഇത് പ്രശ്നത്തെപ്പറ്റിയും പറഞ്ഞില്ല. ഞാൻ അതിനുശേഷം ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചത് മെഡിസിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇതുവരെ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല. അപ്പം വലിയ മാറ്റമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് വൈദ്യന്മാരിൽ വൈദ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൽ മാധ്യസ്ഥ അപേക്ഷിക്കാൻ ശക്തിയുള്ള ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തു തന്നാണെന്ന് പറഞ്ഞു. എൻ്റെ പേര് ജെയ്മി, ഇതെൻ്റെ മകൻ ആരോൺ. ഞങ്ങൾ കോട്ടയം തലോലപ്പറമ്പിൽ നിന്ന് വരുന്നു. ഞാനൊരു യാക്കോബ സഭാംഗമാണ്. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതെൻ്റെ മകൻ ആരോൺ. അവന് 2-3 വയസ്സ് പ്രായമുള്ള സമയം തൊട്ട് ചെറിയ രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഇഷ്യൂസ് കണ്ടു തുടങ്ങിയിരുന്നു. ചെറുതായിട്ടാണെങ്കിൽ പോലും ആ ഒരു പ്രായത്തിൽ നമ്മൾ ആരും അതത്ര കാര്യമാക്കാറില്ല. പക്ഷേ ചില ആക്ടിവിറ്റീസിനും ചില കൊച്ചു ട്രെയിനിങ് ക്ലാസ്സുകൾക്കൊക്കെ വിട്ടു തുടങ്ങിയപ്പോൾ വലിയ പരാതികൾ വന്നപ്പോൾ ഏതൊരമ്മയെ പോലെ ഞാനും ഒന്ന് പകച്ചുപോയി. കുറച്ചൊക്കെ ഒരു മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും വളരെയേറെ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ കാണിച്ചു, മറ്റ് പല ഡോക്ടർമാരോട് അഭിപ്രായം ചോദിച്ചു, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെയും ഡോക്ടർമാരോട് ചോദിച്ചു. പിന്നെ കുറേയൊക്കെ നമ്മൾ ഒതുക്കും. അങ്ങനെ പലരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും മെഡിക്കലി ഡയഗ്നോസ് ചെയ്തപ്പോഴും പറഞ്ഞത് ഇതിനങ്ങനെ ഒരു ശാശ്വതമായ പരിഹാരമില്ല, മെഡിസിൻ കഴിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്ന് പോകാം എന്നറിയിച്ചു. നമുക്ക് മെഡിസിൻസിനെ പറ്റി അറിയാവുന്നതുകൊണ്ടും പിന്നെ മാനസികമായി നമ്മൾക്ക് ഇതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാനിതിങ്ങനെ കരുതി വെച്ചു, പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എനിക്ക് കൃപാസനത്തിലൊരു പത്രം തന്നു. പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഈ പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് സിസ്റ്റർ ഒന്ന് പോയി നോക്കൂ എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ അതുകൊണ്ടാവാം ഞാനത് വെറുതെ എൻ്റെ കയ്യിൽ വെച്ചു എന്നുള്ളതല്ലാതെ അതിലേക്ക് ശ്രദ്ധിച്ചില്ല. മാതാവ് എനിക്ക് പുതിയ ആളല്ലല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. മാതാവിനോട് വളരെയേറെ ഭക്തിയും സ്നേഹവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. യാക്കോബായ സഭാംഗമാണെങ്കിൽ പോലും പഠിച്ചതത്രയും കോൺവെൻറ്റ് സ്കൂളിലായതുകൊണ്ടും അത്തരം ആ പ്രാർത്ഥനകളും ജപമാലയും ഒക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷെ അതൊരു കാലത്തിന് ശേഷം, പഠനകാലം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ എങ്കിലും മാതാവുമായിട്ട് വലിയ ഇഷ്ടവും സ്നേഹവും ഉള്ളത് കൊണ്ട് എന്നാൽ ഒന്ന് വന്നേക്കാം എന്ന് കരുതി മാത്രം വന്നതാണ്. അങ്ങനെ ഇവിടെ വന്നു. ഡിസംബർ 2021 30 വന്നു. ഉടമ്പടി എടുക്കണം, ഇന്നത് എഴുതണം, അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം അതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. നിയോഗങ്ങൾ 6 എഴുതണം, അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മളിതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് വേണമോ ദൈവം മനസ്സിലാക്കാൻ? അല്ലല്ലോ. നിന്നെപ്പറ്റി ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് എന്നുള്ളതൊക്കെ അപ്പോഴും എനിക്കറിയാം. അപ്പം നമ്മളിതൊന്നും ചോദിച്ച് മേടിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, സംഭവിച്ചത് നല്ലത്, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ പോകുന്ന വ്യക്തി. ഒന്നും നിർബന്ധിച്ച് ചോദിച്ച് മേടിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതല്ല എന്നൊരു തോന്നൽ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു. ഉടമ്പടിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പ്രാർത്ഥനയല്ല ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം, ഉള്ളത് മറ്റുള്ളവർക്കില്ലാത്തവർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളൊന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെ ഞാനും ഒന്നും ചെയ്യാറില്ല. വായിക്കും, വായിച്ചു വിടും,
അച്ഛൻ ധ്യാനത്തിൽ, നമ്മുടെ പള്ളികളിലുള്ള ധ്യാനത്തിലും മറ്റു കാര്യങ്ങളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും ഒക്കെ ഇതെല്ലാം പറയുമ്പോൾ എല്ലാം കേൾക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇതെനിക്കൊരു ലോജിക്കുള്ള ഒരു പാക്കേജ് പോലെ തോന്നി. അന്നേ തോന്നി എനിക്ക്, ഞാനത് ഈ ആൾത്താരിൽ നിന്ന് ഉള്ളത് പറയണമല്ലോ. അപ്പോൾ അന്ന് എനിക്കങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഡോക്ടർമാർ എന്നോട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത്രമേൽ ശക്തിയുള്ള ഒരു പാക്കേജാണ് എങ്കിൽ അവിടുന്ന് എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എന്നെ ഒന്ന് അറിയിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. വെറുതെ മനസ്സിൽ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. ഉടമ്പടിയിലെ നിയോഗങ്ങൾ അന്ന് ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടു. എല്ലാം ദൈവത്തിന് അറിയാമല്ലോ എന്ന ചിന്തയിൽ എഴുതിയിട്ടു. പ്രത്യേകാൽ എൻ്റെ മകൻ്റെ കാര്യവും ഞാൻ എഴുതിയിട്ടു. അതിനുശേഷം ഞാനിവിടുന്ന് പോയി. വേറെ ഡോക്ടർമാരെ ഒന്നും കാണിച്ചില്ല. നേരത്തെ ഡോക്ടർമാർ പറഞ്ഞ മെഡിസിൻസ് ഒന്നും തന്നെ വാങ്ങിയില്ല. എന്നിട്ട് ഞാൻ മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ, അവിടത്തേക്ക് കഴിയാത്തതായി ഒന്നുമില്ല. അവിടുന്ന് ദൈവസന്നിധിയിൽ എൻ്റെ മകന് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഈ മകന് ജീവിച്ചു പോകേണ്ടതാണല്ലോ, അതിന് തക്കതായ ഒരു സാഹചര്യം അവിടുന്ന് ഒരുക്കണമേ. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഇത് മാറ്റിത്തരണമെന്നോ അല്ലെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ ഈ മകന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയം ഓരോരോ പീരീഡുകൾ ക്ലാസ്സിൽ ഇരുന്ന് ഇടയ്ക്ക് ബ്രേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ക്ലാസ്സിൽ ഓടി നടക്കുക, പ്രശ്നം ഉണ്ടാക്കുക, പരാതികൾ അനവധി ഉണ്ടായിരുന്നു. എങ്കിലും പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തി ആദ്യം ഈ കുട്ടി അടങ്ങിയിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പമാണ്. അതോടുകൂടി എനിക്കതൊരു വെളിച്ചമായിട്ട് എനിക്ക് മാതാവിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. മറ്റ് ആക്ടിവിറ്റീസിലും അല്ല മറ്റെന്തെങ്കിലും പുറത്തു പോകുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് ഉപരിയായി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഈ കുട്ടി അടങ്ങിയിരിക്കുന്നതായി ഞാൻ കണ്ടു. ഉടമ്പടി വസ്തുക്കളും ആയ തേന്, ഉപ്പ് ഇവ കൊടുക്കുമായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. മറ്റാരോടും ഒരു പരാതിയും പറഞ്ഞില്ല, ആരോടും ഇത് പ്രശ്നത്തെപ്പറ്റിയും പറഞ്ഞില്ല. അങ്ങനെ പോകെ ഉടമ്പടി പുതുക്കലുകൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പോകെ വലിയ പ്രകടമായ മാറ്റം ഞാൻ ഈ കുട്ടിയിൽ കണ്ടു. ഞാൻ അതിനുശേഷം ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചത് മെഡിസിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ഇതുവരെ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല. അപ്പം വലിയ മാറ്റമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് വൈദ്യന്മാരിൽ വൈദ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൽ മാധ്യസ്ഥ അപേക്ഷിക്കാൻ ശക്തിയുള്ള ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തു തന്നാണെന്ന് പറഞ്ഞു. അവരൊന്ന് ചിരിച്ചു വിട്ടു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകെയും ഈ മകനാണ് എൻ്റെ മുമ്പിൽ എല്ലാവർക്കും ഉള്ള സാക്ഷ്യം. ഞാൻ പത്രം കൊടുക്കുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും ഈ മകനെ കൊണ്ട് പോകും. അവർക്കെല്ലാവർക്കും സാക്ഷ്യമായിട്ട് നിർത്തി ഞാൻ അവരോട് പറയും, ഇതാണ് എൻ്റെ സാക്ഷ്യം, മറ്റൊന്നും പറയാനില്ല. അതിനുശേഷം പോകെ പഠനകാര്യങ്ങളിലും മറ്റു വിഷയങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും പള്ളിയിലെ പ്രവർത്തനങ്ങളിലും പാട്ട്, കൊയർ അങ്ങനെയുള്ള കാര്യങ്ങളിലും എല്ലാം ഇവൻ സ്വന്തമായിട്ട് ഉത്സാഹത്തോടു കൂടി പങ്കെടുക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. ശേഷം മദ്ബഹയിലെ ശുശ്രൂഷ, മദ്ബഹ എന്ന് പറഞ്ഞാൽ അൾത്താര, ഞങ്ങളുടെ സഭയിൽ അങ്ങനെ പറയാം, അവിടെ ശുശ്രൂഷയ്ക്ക് എൻ്റെ മകനെ കയറ്റി. വളരെ പിരിപിരിപ്പും പ്രശ്നമുള്ള ഒരു കുട്ടിയെ അങ്ങനെ ഒരിക്കലും കയറ്റാൻ സാധിക്കില്ലല്ലോ. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ മകനിപ്പം മദ്ബഹയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബാലനായിട്ട് മാറിയിരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മ എന്ന നിലയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ളവർ കടന്നു പോകുന്നവർ ഒത്തിരിയേറെ ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം, എൻ്റെ മകന് കിട്ടിയ അനുഗ്രഹം ദൈവസന്നിധിയിൽ കൃത്യമായി സാക്ഷ്യപ്പെടുത്തേണ്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്. ഈ സാക്ഷ്യം, ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിനേക്കാൾ ഓട്ടിസവും മറ്റ് ബുദ്ധിമുട്ടുകളും സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള മറ്റു കുട്ടികൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരൻസിനെ ഞാൻ കാണാൻ ഇടയായി. അതൊരു നിമിത്തം ഞാൻ ഉദ്ദേശിച്ചത് മാതാവിനാൽ ഉണ്ടായ നിമിത്തമാണ്. കാരണം അതിനു മുമ്പ് ഇങ്ങനെ ഒരു ആളുകളെ മീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടേ ഇല്ല. കാരണം പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. ഞാൻ എൻ്റെ മകനെയും കൊണ്ട് പത്രം കൊണ്ട് പോകുമ്പോഴും പലരോടും സംസാരിക്കുമ്പോഴും ഇതിനേക്കാൾ വേദനയിലും വിഷമത്തിലും ദുരിതത്തിലും ഒരവസ്ഥയും ഒരു പരിഹാരവുമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെയും കൊണ്ട് ഒത്തിരിയേറെ പേരെ കാണാനിടയായി, അവരുടെ ഇടയിൽ സാക്ഷ്യം വഹിക്കാനിടയായി, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു.
ഇത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ എൻ്റെ നിയോഗം, 10 വർഷമായിട്ട് എൻ്റെ ഒരു ചെറിയ കുറച്ച് വസ്തു അത് റീസർവേ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കരമടയ്ക്കാനോ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് നടക്കാതെ വരികയായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഈ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. നമ്മളെപ്പോൾ സ്ഥാപനത്തെ സമീപിച്ചാലും പറയും ഇത് ഉടനെ ഒന്നും നടക്കില്ല, നിങ്ങൾ പിന്നീട് വരും. പക്ഷെ അത് റീസർവേ ചെയ്ത് കരമടയ്ക്കാതെ 10 വർഷമായിട്ട് കിടന്ന വസ്തു പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി അത് ചെയ്തെടുക്കേണ്ട അത്യാവശ്യമായിരുന്നു. ഞാൻ ഉടമ്പടിയിലാണല്ലോ, അപ്പോൾ പേടിയൊന്നുമില്ല. അപ്പോൾ മാതാവ് ഇത് ഹിതമാണെങ്കിൽ നടക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അന്ന് ഞാനിവിടെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു, ആ സമയത്ത് എൻ്റെ ലാപ്ടോപ്പ് പെട്ടെന്ന് ഓഫായിപ്പോയി. കേടൊന്നുമല്ല, ചാർജൊന്നും തീർന്നതല്ല, ഒന്നുമല്ല, എന്തോ ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. പെട്ടെന്നങ്ങ് ഓഫായിപ്പോയി, സ്ക്രീൻ ഓഫായിപ്പോയി. പെട്ടെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, നമ്മുടെ തഹസീൽദാരുടെ ഓഫീസ്, വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയി നോക്കാം, ഏതായാലും ഇത് ഓഫായിപ്പോയി, പോകാമെന്ന് ഒരു തോന്നൽ, ശക്തമായിട്ടുള്ള തോന്നൽ. ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഈ ലാപ്ടോപ്പിൻ്റെ മോണിറ്റർ ഓൺ ആവുന്നില്ല. വേണ്ട, എന്നാൽ പോയേക്കാമെന്ന് കരുതി ഞാൻ പോയി. ഞാൻ നേരെ ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസർ അവിടെ എന്തോ തിരക്കിട്ടെന്തോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ഓഫീസിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടോ, ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. അവരൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, 2-3 വർഷമായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് പലരുടെയും ആപ്ലിക്കേഷൻ, നിങ്ങളിതിപ്പോൾ എവിടെ നിന്ന് വന്നു, ഇത് ഉടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല, പോയിട്ട് പിന്നെ വരും. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും വില്ലേജ് ഓഫീസർ ഫോൺ കോളിൽ നിന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറി. എൻ്റെ കയ്യിൽ എവിടെ പോയാലും ഉപ്പും തേനും തൈലവും ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ നിന്നും പതുക്കെ എടുത്ത് ഞാനത് അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹം കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന ആ സമയം കൊണ്ട് എൻ്റെ മാതാവേ അവിടുന്ന് പ്രവർത്തിക്കണമേ, അവിടുത്തെ ഹിതം പോലെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ അവിടെ നിന്ന് ഒരു നിമിഷം മനസ്സിൽ കരുതി ആ ഉപ്പൊന്ന് പതിയെ മേശയുടെ താഴോട്ടിട്ടു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇതൊരു ആപ്ലിക്കേഷനാണ്. അദ്ദേഹം മേടിച്ചു, വെറുതെ വായിച്ചു നോക്കി. പെട്ടെന്ന് അവിടെ ഇരുന്ന കുറേ പേനകളിൽ പെട്ടെന്ന് ഒരു പേന തപ്പിയെടുത്ത് എഴുതുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അതൊരു പച്ച കളർ പേന, പച്ച മഷിയുള്ള പേന. അതിൽ ആ ആപ്ലിക്കേഷൻ്റെ സൈഡിൽ എന്തോ ഒന്ന് എഴുതി, എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എന്തോ എഴുതി. ഉടനെ തന്നെ അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ്, അദ്ദേഹം ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹം അവിടുന്ന് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് പുറത്തിറങ്ങി ബാക്കിയുള്ള ആ ഓഫീസേഴ്സിനടുത്ത് പോയിട്ട് എന്നോട് ആരാണോ ആദ്യം പറഞ്ഞത് പോയിട്ട് പിന്നെ വരൂ, ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അടുത്ത് പോയി ഈ പേപ്പർ കൊടുത്തു. പേപ്പർ കൊടുത്തതിന് ശേഷം അദ്ദേഹം തിരിച്ചിങ്ങി പോകുന്നു, ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാനൊന്നും പറയാതെ അവിടെ നിന്നു. കാരണം ഇദ്ദേഹം എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, പോയിട്ട് പിന്നെ വരും. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുതെ നിന്നപ്പോൾ അദ്ദേഹം ഉടനെ വീണ്ടും എന്നോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഈ ടേബിളിലിരിക്കുന്ന ഫയൽ കണ്ടോ, ഇത് മുഴുവനും ആ ആപ്ലിക്കേഷൻസാണ്, 2-3 കൊല്ലം പഴക്കമുള്ള പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, പോയിക്കോ എന്ന് പറഞ്ഞു. ശരി, ഞാനൊന്നും മിണ്ടിയില്ല, ചിരിച്ചു പോന്നു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ച, ഞായറാഴ്ച ഞാൻ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ സ്ഥലത്തിൻ്റെ അതിൽ കൂടിയാണ് വരുന്നത്. അവിടെ ഒരു നിമിഷം വണ്ടി നിർത്തി ഞാനൊന്ന് മനസ്സിൽ കരുതി, മാതാവേ, നിൻ്റെ ഹിതം എന്തോ അത് സമയമായെങ്കിൽ അവിടുന്ന് നടത്തിത്തരുന്ന അവിടുത്തെ മഹത്വത്തിനായി അത് നടത്തിത്തരുന്നെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അന്നും ഈ മകൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഉപ്പിട്ടു പോന്നു. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കോള്, അത് സർവേയറുടെ കോളായിരുന്നു. ഞായറാഴ്ച ദിവസം ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് നമ്മളെ വിളിക്കുക? ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് ശേഷം വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കോള്, നാളെ ഞാൻ നിങ്ങളുടെ സ്ഥലം ഇന്നടുത്ത സ്ഥലമല്ലേ, ഇന്നതല്ലേ പേര്, ഇന്നതല്ലേ വീട്ടുപേര്, ശരി, ഞാൻ നാളെ നിങ്ങളുടെ സ്ഥലത്ത് 11:30 എത്തുന്നു, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ അന്തം വിട്ടുപോയി. ആരാണിങ്ങനെ വിളിക്കുക? അതും ആ സർവേയർ തന്നെ നേരിട്ട് മൊബൈലിലേക്ക്. ഞാനൊരു ശുപാർശയും അവിടെ കൊടുത്തിട്ടില്ല, ശുപാർശയ്ക്കായിട്ട് ആരെയും കൊണ്ടുപോയുമില്ല. എൻ്റെ ശുപാർശകൾ മുഴുവൻ ചെയ്തത് പരിശുദ്ധ മാതാവാണ്. ഞാൻ സമ്മതിച്ചു. പിറ്റേ ദിവസം തന്നെ പോയി മറ്റെല്ലാ ഭാഗത്തേക്കുള്ള സർവേയും മാറ്റിവെച്ച് ഇദ്ദേഹം എൻ്റെ അളക്കാനുള്ളത് അളന്നും അതിൻ്റെ അതിരും തിരിച്ച് അത് സർവേ നടത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ മറ്റ് നടപടിക്രമങ്ങളും എല്ലാം നടത്തി അത് കരമടച്ചു. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇതെല്ലാം മാതാവ്
പ്രത്യക്ഷപ്പെട്ട് മുന്നിൽ നടത്തി തന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മോണിറ്റർ ഓഫായതും ആ സമയത്ത് ഞാൻ ഇറങ്ങി ഈ ഓഫീസിലേക്ക് പോയതും ആ സമയത്ത് എന്തുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഫ്രീ ആയതും ആ സമയത്ത് എന്തുകൊണ്ടാണ് മറ്റൊരു തടസ്സം ഇത് നടക്കില്ല എന്ന് പറയിപ്പിച്ചതും ആ സമയത്ത് എന്തുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ പ്രത്യാശയും പ്രതീക്ഷയും ഇല്ല ഇത് നടക്കും, മാതാവ് ഇടപെടുമെന്നൊരു തോന്നൽ വന്നതും അതൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികൾ തന്നെയാണ്. മൂന്നാമതായി എനിക്ക് പറയാനുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ഫീൽഡിലാണ്. ഒത്തിരിയേറെ സ്ട്രെസ്സും ടെൻഷനും 8 മണിക്കൂർ കൊണ്ട് തീരുന്ന ജോലിയും ഒന്നുമല്ല. ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ചിലപ്പോൾ 12 മണി അങ്ങനെയൊക്കെയാണ് തീരാറ്. അപ്പോൾ ഞാൻ ആ സമയത്ത് നിൽക്കുന്ന എൻ്റെ സ്റ്റാറ്റസിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും മറ്റു കാരുണ്യ പ്രവൃത്തികൾക്കും കൃത്യമായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു അറിവ് കിട്ടിയത്, പ്രമോഷൻ കിട്ടി ഈ സ്റ്റാറ്റസിൽ നിന്ന് മാറുവാണെങ്കിൽ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും, ഞാൻ കുറച്ച് ഫ്രീ ആകും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം അന്ന് വരെയും പ്രാർത്ഥനകൾ പലപ്പോഴും മുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉള്ളത് പറയണമല്ലോ, പ്രാർത്ഥനകൾ പലപ്പോഴും രാവിലത്തെയും വൈകിട്ടത്തെയും ഇടയ്ക്കെങ്കിലുമൊക്കെ മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഈ നമ്മുടെ ഉടമ്പടിയുടെ പാക്കേജ് കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വഴികൾ ഞാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അച്ഛൻ പറയുമല്ലോ നമ്മുടെ സ്റ്റാറ്റസ് ഡൗൺ ആക്കി. ഞാൻ ഓർത്തു, ഇതെൻ്റെ ഒരു സ്റ്റാറ്റസ് ആണോ, ഈ ഒരു ജോലി എൻ്റെ സ്റ്റാറ്റസ് ആണോ, വരുമാനമുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഇനി ഡൗൺ ആക്കണോ? ആകെ ഒരു കൺഫ്യൂഷൻ. ഡൗൺ ആക്കി അത് കളഞ്ഞിട്ട് വേണോ ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകാൻ? അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു ആ സമയത്ത്, എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയ അനുഭവങ്ങളെ വെച്ചിട്ട്. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്ത് വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കഠിനമായ ജോലി, അതായത് 10-12 മണിക്കൂറോളം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒന്ന് ജോലി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യ പ്രശ്നം കൂടി പറയണം. എനിക്ക് ഓക്കുലാർ മയോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് കണ്ണിൻ്റെ മസിൽസിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ മൊബൈലിൻ്റെ മുമ്പിലോ ഒന്നും അധികം സമയം ചെലവഴിക്കാൻ പറ്റാത്ത അവസ്ഥ. കാഴ്ചയുടെ പ്രശ്നമല്ല, മസിൽസിൻ്റെ പ്രശ്നമാണ്, അത് മാറുകയില്ല. അതിലൊന്നും എനിക്ക് പരാതിയൊന്നും ഞാൻ അപ്പോഴിപ്പോഴും നിയോഗത്തിലും വെച്ചിട്ടില്ല. അതൊക്കെ അങ്ങനെ കിടക്കും, അതൊന്നും പ്രശ്നമല്ല. അതിലൂടെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് കരുത്തും ശക്തിയും വലിയ സാക്ഷ്യവുമാകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രമോഷൻ്റെ കാര്യം വെച്ചാലോ അത് വെച്ച് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സമയമായിട്ടില്ല, പ്രമോഷനുള്ള സമയം ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. പക്ഷേ ആ സമയത്തെ കട്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധ മാതാവ് എനിക്ക് ഒരു പ്രമോഷൻ, ഞാനത് എവിടെയും ആപ്ലിക്കേഷനോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ അത് കൃത്യമായ സമയത്ത് അത് മാതാവ് റെഡിയാക്കി തന്നു, എന്നെ ഫ്രീ ആക്കി തന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും ധാരാളം മതി. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ധാരാളം മതി എനിക്കത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട്. അങ്ങനെ മൂന്നാമത്തെ നിയോഗവും അതിങ്ങനെയായി സാധിച്ചു വന്നു. നാലാമതായിട്ട് ഞാൻ ഈ വർക്കിൻ്റെ ഈ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ഒരു മാറ്റം ആവശ്യമാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഇങ്ങോട്ട് ഒരു കൂട്ടുകാരി വഴി ഒരു അറിയിപ്പുണ്ടായി, ഇങ്ങനെ വിദേശത്തേക്കൊന്ന് ശ്രമിക്കൂ, നിനക്കാവുമ്പോൾ ശരിയാകും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അപ്പോഴും നമുക്കറിഞ്ഞുകൂടാ, പിടിച്ച് വലിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് പോകാമെന്നുള്ളതല്ലല്ലോ. നമുക്കുള്ളതാണെങ്കിൽ, ദോഷം ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായും അത് നമ്മിൽ നിന്ന് മാറിപ്പോയേ പറ്റൂ. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കുള്ളത് കൊണ്ട് ഇതും ഞാൻ അതേ മാനസികാവസ്ഥയോടു കൂടി സമർപ്പിച്ചു. ദൈവമേ, ഇത് നല്ലതെങ്കിൽ തരിക, ഇല്ലെങ്കിൽ എന്നിൽ നിന്ന് തട്ടി മാറ്റുക. ഇങ്ങനെ തന്നെ മനോഭാവത്തോടെ മുന്നോട്ട് പോയി. ആദ്യത്തെ പ്രാവശ്യം ഞാനത് ഇഗ്നോർ ചെയ്തു. കാരണം നമുക്ക് വിദേശത്ത് പോകുന്ന ഒത്തിരിയേറെ ഏജൻസികളുടെ ബുദ്ധിമുട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ വിട്ടു. പക്ഷേ എങ്കിലും രണ്ടാമത് ഇത് വീണ്ടും എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാനതങ്ങനെ പതുക്കെ പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് എനിക്ക് PT എന്നുള്ള പരീക്ഷ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ടൈറ്റ് ഷെഡ്യൂളായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് ഇതിനുവേണ്ടി പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഞാൻ ചുമ്മാ ഒരു ഡേറ്റ് എടുത്തു, പ്രാർത്ഥിച്ച് തന്നെ ഡേറ്റ് എടുത്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം മനസ്സിൽ വന്ന ഒരു ഡേറ്റ് പെട്ടെന്നെടുത്തു. പക്ഷെ നോക്കിയപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ്. കിട്ടി, എനിക്ക് ഷെഡ്യൂൾ കിട്ടി, പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ്. പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നിനും സമയമില്ല. സാരമില്ല, മാതാവ് തന്ന ഡേറ്റാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അത് തന്നെ കൊടുത്തു. പോയി എഴുതി. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ്
തേന് ഞാൻ നന്നായി കഴിച്ചിരുന്നു. നന്നായി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് 2-3 തുള്ളി കഴിച്ചിരുന്നു. അതിനുശേഷം ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളതിൻ്റെ സ്പീക്കിങ്ങിൻ്റെ ഒരു സെക്ഷനുണ്ട്. അപ്പം നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ക്യൂബിക്കിളിലിരിക്കുന്നവരും കൂടെ സംസാരിക്കും. അവരുടെ വോയിസ് നമ്മുടെ മേലെ കയറി വരും. നമ്മൾ പറയുന്നത് ഒരു പക്ഷേ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവർ പറയുന്നതിന് മേൽ ശ്രദ്ധിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ഉള്ള ഒരു എക്സാമാണ്. അത് തന്നെ സംഭവിച്ചു. ഞാൻ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പുറത്തെ ക്യൂബിക്കിളിലിരിക്കുന്ന കുട്ടി പറഞ്ഞത് ഉറക്കെ കേൾക്കാൻ തുടങ്ങി. അബദ്ധവശാൽ ഞാനും അത് തന്നെ പറഞ്ഞു. പക്ഷെ നല്ല ഫ്ലോയിൽ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത് അന്നേരം എനിക്ക് മനസ്സിലായി അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ എന്നാലും ടെൻഷൻ വന്നില്ല. ഞാൻ ഇപ്പം ഉടമ്പടിയിൽ പോകുമ്പോൾ നമുക്കൊന്നിനും ടെൻഷനില്ല. കാരണം ഒന്നും നമ്മൾ കൊണ്ട് നടക്കുമല്ലോ. എല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ആവലാതിപ്പെടുന്നത്? ഇത് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ വരും. അപ്പോൾ അടുത്ത ക്യൂബിക്കിളിരുന്ന ആ കാൻഡിഡേറ്റ് എന്താണോ പറഞ്ഞത് അത് തന്നെ ഞാനും പറഞ്ഞു. വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. പക്ഷേ മറ്റ് മൊഡ്യൂളിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മാർക്ക് വീണതും സ്പീക്കിങ്ങിന് തന്നെയായിരുന്നു. ഫുൾ മാർക്ക് 90/90. ആ അവസരത്തിൽ അത് ഞാൻ പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷമാണ് അറിയുന്നത്. എങ്കിൽ പോലും അവിടുന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. നമ്മളല്ല പദ്ധതി ഇടുന്നത്. ഞാൻ പഠിച്ചത് തന്നെ പറയണമെന്ന് പദ്ധതി ഇടുന്നത് ഞാനാണ്. പക്ഷേ അതല്ല അവിടെ സംഭവിക്കേണ്ടത്. മാതാവിൻ്റെ പദ്ധതി എന്താണോ മാതാവിൻ്റെ മഹത്വീകരണത്തിനായിട്ട് വഴിയൊരുക്കുന്ന നിലയിൽ ആ ഒരു പരീക്ഷയും അങ്ങനെ നടന്നു, വിജയിച്ചു. പിന്നെ ചെറുതും വലുതുമായി ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിലുള്ള ദൈനംദിന ആവശ്യങ്ങളിൽ ദൈനംദിന കാര്യങ്ങൾ ഒത്തിരിയേറെ കടന്നു പോകുന്നുണ്ട്. നമ്മളെല്ലാം അറിഞ്ഞും കേട്ടുമൊന്നുമല്ല ചെയ്യുന്നത്. എത്രയോ ദുരന്തങ്ങളും എത്രയോ പ്രയാസങ്ങളും പ്രതിസന്ധികളും പലതരത്തിലും നമ്മളെ വന്ന് തട്ടി വീഴ്ത്താവുന്നത് എങ്ങനെയൊക്കെയോ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നത് അപ്പോഴല്ല, പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. എല്ലാം വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല. പക്ഷേ ഉടമ്പടിയിൽ അന്ന് 2021 തൊട്ട് കൃത്യമായി ഞാൻ പുതുക്കി പോരുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും പത്രം എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വരുന്നവരെ കൊണ്ട് വരുത്തിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ അവിടെ മലയാള പത്രമല്ല കൊടുക്കുന്നത്, ഞാൻ കന്നഡയും തമിഴുമാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ഒരു മനോഭാവമല്ല അവിടെ ഉള്ളവർക്ക്. അവർക്കിതൊക്കെ വലിയ അത്ഭുതമാണ്. പലരും ഒട്ടും തന്നെ കേട്ടിട്ടില്ലാത്തവരാണ്. എനിക്ക് കന്നഡ ഭാഷ അത്ര അറിയില്ല. എങ്കിൽ പോലും ഞാൻ കൊടുക്കുന്ന ഓരോ പത്രവും ഇത്രയും ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യങ്ങളുണ്ടല്ലോ, ഇത് അത്രയും പറഞ്ഞ് ഓരോ പ്രാവശ്യവും അപ്ഡേറ്റ് ആവുന്ന സാക്ഷ്യങ്ങളും ചേർത്ത് വെച്ച് അത്രയും സമയമെടുത്താണ് ഒരു പത്രം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്, കൈമാറുന്നത്. അവരുടെ കൂടെ അവിടെ ഇരിക്കും. അറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷോ കന്നഡോ അല്ലെങ്കിൽ ഹിന്ദിയോ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവരെ കൊണ്ട് മനസ്സിലാക്കിക്കുന്ന രീതിയിൽ പറയും. ഒരിക്കൽ എന്നോട് ഒരു കന്നഡ ഫാമിലി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും വിശുദ്ധമായിട്ടാണോ നിങ്ങളുടെ ജീവിതം കേരളത്തിൽ ജീവിക്കുന്നതെന്ന്. അവർ ചോദിച്ച കാര്യമുണ്ട്. നിങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെപ്പോലും ശ്രദ്ധിക്കുന്ന രീതിയിലാണല്ലോ ഈ പ്രാർത്ഥനാ രീതി. അപ്പോൾ ആ സമയത്ത് മറ്റ് അന്യഭാഷ ഉടമ്പടി പ്രാർത്ഥനകൾ ഇവിടെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള സാഹചര്യമില്ല നിങ്ങളതിൽ കയറി നോക്കൂ എന്നുള്ളത്. പക്ഷേ എങ്കിലും ഇംഗ്ലീഷിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവരും ഇത് കയറി നോക്കാനായിട്ട് യൂട്യൂബ് ചാനൽ ഞാൻ അവരെ സഹായിച്ചു. അപ്പോൾ അവരുടെ വിശ്വാസം നമ്മളെക്കാട്ടിൽ വലുതാണ്. ശാന്തമായും ക്ഷമയോടെ ഇരുന്ന് കേൾക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ അത് എനിക്ക് വലിയൊരു പ്രചോദനമായി. അവിടെ പോയപ്പോഴും ഞാൻ എൻ്റെ മകനെ കൊണ്ടുപോയി. എന്ത് പറഞ്ഞാലും അവർക്ക് തെളിവോടുകൂടി സംസാരിക്കണമെന്നുള്ള വാശിയും എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് ഇത് കൊടുക്കുക എന്നുള്ളതല്ല, വ്യക്തവും കൃത്യവുമായി അവരുടെ സംശയങ്ങൾക്കും അവർ ചോദിക്കുന്നതിനും കൃത്യമായ മറുപടി പറയണമെങ്കിൽ എന്നിൽ എന്തെങ്കിലും ഒരു ജ്ഞാനവും ദൈവികമായൊരു വിവേകവും ഉണ്ടായിരിക്കണമല്ലോ. അതില്ലാതെ നമുക്കൊരിക്കലും ഇങ്ങനെ ഒരാൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വാശി എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ശക്തമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോ വ്യക്തിയോട് സംസാരിക്കുമ്പം ഭാഷയൊന്നും അറിയാവുന്നവരൊന്നും അല്ല, പക്ഷേ എങ്ങനെയൊക്കെയോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് അവരിൽ നിന്നുള്ള റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവരും, ഒരാൾ പോലുമില്ല എൻ്റെ നിന്ന് പത്രം വാങ്ങാത്തവർ. എല്ലാവരും എന്നോട് സംസാരിച്ചവരും ഞാൻ കൊടുത്തവരും ഞാൻ കൃത്യമായി പത്രം കൊടുത്തവരെല്ലാം കൃത്യമായി വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് പത്രം കൊടുക്കുന്നതിലല്ലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കൊടുത്ത പത്രം അത്രയും ഫലപ്രദമായി പോയി എന്നുള്ളതായിരുന്നു. തമിഴായാലും കന്നഡമായാലും. പിന്നീട് അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി. ഇപ്പം ഞാൻ പത്രം കൊടുക്കുന്നത് ആ ഏരിയയിൽ നിന്നിട്ട് ഉറക്കെ സംസാരിക്കും.
സംസാരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പണ്ടൊക്കെ തുടക്കത്തിലൊക്കെ നമുക്കൊരു ചമ്മലായിരുന്നു, എന്താ പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു ചമ്മലായിരുന്നു. പക്ഷേ ഈ പത്രം കയ്യിലുള്ളപ്പോൾ ആദ്യം നമ്മളത് വായിക്കണം. നമ്മളത് വായിച്ച് അതിനകത്ത് പറയാനുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം അതിനകത്ത് തന്നെ ഉണ്ട്. എന്നോട് വാങ്ങിച്ചവർ കൂടുതലും മറ്റ് അന്യമതസ്ഥരുള്ളവരാണ്. ആ ഏരിയയിൽ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നുമുണ്ട്, എന്നെ കാത്തിരിക്കുന്നവരുമുണ്ട്. പിന്നെ കേരളത്തിൽ ഞാൻ പത്രം കൊടുത്ത സമയത്ത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ദൈവം സർവശക്തനാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കുരിശുമരണവും പീഡാനുഭവവും ദൈവം ഒഴിവാക്കാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ നമുക്കിതൊന്നും പ്രിപ്പയർ ആയിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ, മാതാവേ എന്താണ് ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഉള്ളിൽ തോന്നിച്ചത് ഇങ്ങനെയാണ്, അത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യമേ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ നോക്കിക്കുക ടീപ്പോയിൽ നിറച്ചും കൃപാസന പത്രമാണ് കിടക്കുന്നത്, ഇതെനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്, ഇപ്പം എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അതൊരവസരമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഉപദേശമല്ല മനുഷ്യന് ആവശ്യം, മാതൃകയാണ് ആവശ്യം. മാതൃക നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. നീ അങ്ങനെ ചെയ്യൂ, നീ ഇങ്ങനെ ചെയ്യൂ, ദൈവരാജ്യം പ്രാപിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രവൃത്തിയിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉടമ്പടി ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. പ്രവൃത്തി എന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പ്രവൃത്തികളിൽപ്പെട്ട ഒന്നാണ്. ഞാൻ താങ്കളുടെ മുമ്പിൽ നിൽക്കുന്നത്, പത്രമായിട്ട് നിൽക്കുന്നത് ആ പ്രവൃത്തിയിൽപ്പെട്ട ഒന്നാണ്. അദ്ദേഹം കൂടുതൽ ഉന്മേഷത്തോടെ എന്നോട് ചോദിച്ചു, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനപ്പം ബാക്കി ഇലാബറേറ്റ് ചെയ്ത് അദ്ദേഹത്തോട് സംസാരിച്ചു. പരിശുദ്ധ പിതാവിന് അവിടുത്തെ പുത്രനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിത ലൈഫ് സൈക്കിൾ പോകുന്ന എങ്ങനെയാണ്, പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല, ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ട് വചനം മാംസമായിട്ട് ഭൂമിയിൽ അവതരിച്ച് സാധാരണ ഒരു അമ്മയിൽ നിന്ന് ഉരുവായ ഒരു കുട്ടിയായി ജനിച്ച ആ ബാലനിൽ നിന്നും 33 വയസ്സ് വരെയുള്ള ഒരു യുവാവായി ആ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ച് തന്ന് തെളിവായി ബൈബിളിലൂടെ നമ്മളോട് സംസാരിച്ചാണ് ക്രിസ്തുവായ യേശു നമ്മളിൽ നിന്ന് പോയിരിക്കുന്നത്. അതൊരു മാതൃകയാണ്. ഈ മാതൃക ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല. ഉപദേശിക്കാനും പറയാനും എളുപ്പമാണ്, ഒരു ക്ലാസ് എടുക്കാനും എളുപ്പമാണ്. പക്ഷേ ഒരു ജീവിതം കാണിച്ചു തന്ന് എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന് കുരിശേറി ഉയർത്തെഴുന്നേറ്റ് പോയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നതും സംസാരിക്കുന്നതും. അദ്ദേഹം കുറച്ചു നേരം മിണ്ടാകുന്നിട്ട് എന്നോട് പറഞ്ഞു, ശരിയാണ്, വെറുതെ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങളിപ്പോൾ എന്തെങ്കിലും എന്നെ ഉപദേശിച്ചിട്ട് പോയാലും ഞാനത് ശ്രദ്ധിക്കണമെന്നില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ഇത്രയും സംസാരിച്ചാൽ സന്തോഷമുണ്ട്, വേറെ ആരും ഇതുപോലെ സംസാരിച്ചില്ല. ചെറിയ കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്ക് അന്നേരം ഞാൻ തിരിച്ച് നടന്നു പോകുന്നപ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നീട് ഒന്നുകൂടെ പറയാൻ ശ്രമിച്ചിട്ടും എനിക്ക് പിന്നെ പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് ആ ചോദ്യത്തിനൊരു ഉത്തരം അങ്ങനെ കൊടുത്തു. പ്രേക്ഷിത പ്രവർത്തനം വളരെ കാര്യമായിട്ട് തന്നെ നടന്നു പോകുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടി തുടങ്ങിയ കാലത്ത് ഒരു പുതുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ പ്രമോഷൻ വന്ന കാര്യം. പ്രമോഷനോടൊപ്പം തന്നെ സാലറിയുടെ ഇൻക്രിമെൻറ്റും പ്രതീക്ഷിക്കാത്ത കുറച്ച് ബോണസും കാര്യങ്ങളും വന്നു. ഈ കാര്യങ്ങൾ എനിക്ക് അറിവുണ്ടായിരുന്നല്ല, പക്ഷേ വന്നു. ഉടനെ ഞാനിത് കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. ചെയ്യണമല്ലോ കാരുണ്യ പ്രവൃത്തി. ഞാൻ മാതാവേ എനിക്ക് എവിടെ ആരെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ CHSയിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററിനെ പരിചയപ്പെടാനിടയായി. അവർ പാലിയേറ്റീവ് കെയറിന് വീടുകളിൽ പോകുന്ന ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററിനെ അവിചാരിതമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ നേരത്തെ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു സ്ഥലത്തൊരു പയ്യനുണ്ട്, അവന് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ആ പയ്യനെ ചെന്ന് കാണുമ്പം അപ്പനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചുപോയ ഒരു പയ്യൻ, ഹിന്ദുവാണ്, അവൻ നട്ടലിന് താഴോട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ ചോദിച്ചു എന്താണ്, ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു കാര്യത്തിനായിട്ട് വന്നതാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യനോട് പറഞ്ഞു, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അതും കരഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു കസ്റ്റമൈസ്ഡ് വീൽ ചെയർ വേണമെന്നുള്ളത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മാതാവിനെ പറ്റി അറിയാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു അറിയാം, കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കിടക്കുന്ന എന്നെ എന്തിനി അനുഗ്രഹിക്കാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒരാഴ്ചയായിട്ട് പ്രാർത്ഥിച്ചില്ലേ, അതിനുള്ള ഒരു പരിഹാരമായില്ലേ? കസ്റ്റമൈസ്ഡ് വീൽ ചെയർ ഒരെണ്ണം വാങ്ങിച്ചു, ഞാനല്ല വാങ്ങിച്ചത്, അതിനുള്ള പണം കൊടുത്തു. ആ പയ്യൻ ആ വീൽ ചെയറിൽ ഒരു ദിവസം കാറിൽ കൂട്ടുകാരെയും കൂട്ടി ഇവിടെ വരികയുണ്ടായി. അവൻ ഉടമ്പടി എടുക്കാനുള്ള പരിമിതികളുള്ളതുകൊണ്ട് അവൻ്റെ ഏറ്റവും ആത്മബന്ധമുള്ളൊരു സുഹൃത്ത് ഉടമ്പടി എടുക്കുകയും അവർ ഈ പയ്യന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികൾ തുടർന്നു പോകുന്നത് ബാംഗ്ലൂരാണ്.
ചില കുടുംബങ്ങൾക്ക് കുട്ടികളൊക്കെയുള്ള കുടുംബങ്ങളുണ്ട്. അവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭക്ഷണമായിട്ടും മറ്റു പ്രവൃത്തികളായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും അധികമായിട്ട് നമ്മൾ പള്ളിയും ബൈബിളും ഒക്കെ ആയിട്ട് അടുപ്പമുള്ള ഒരു രീതി തന്നെയായിരുന്നു. എങ്കിൽ പോലും കുർബാന എന്ന് പറയുന്ന ആ ഒരു മഹാ അത്ഭുതം ഞാൻ ഏറ്റവും കൂടുതലും മനസ്സിലാക്കിയത്, എൻ്റെ ആഴം മനസ്സിലാക്കിയതും ഉടമ്പടി ഒരു വലിയൊരു പങ്കുള്ളതാണ്. കാരണം കുർബാനയുടെ സമയത്ത് നമ്മൾ എങ്ങനെ പോയാലും ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാനും മറ്റ് വിചാരങ്ങൾ, അല്ലെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ അച്ഛന്മാർ നല്ല രീതിയിൽ ധ്യാനങ്ങളും വചനപ്രഘോഷണങ്ങളും അതുപോലെ മറ്റു കൂട്ടായ്മകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും കുർബാനയുടെ ഒരാഴം ശരിക്കും ഈ ഉടമ്പടി ജീവിതം ശരിക്കും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കുർബാനയിൽ ഒരു നിമിഷം പോലും ശ്രദ്ധ പതറാതെ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ ഒരു നിമിഷം പോലും ശ്രദ്ധ പതറാതെ അച്ഛൻ കുർബാന ചൊല്ലുന്ന അതേ രീതിയിൽ തന്നെ, അതേ സമയം, അതേ വരികൾ തന്നെ എൻ്റെ ഉള്ളിൽ കൂടെ പോകാറുണ്ട്. കണ്ണുനീരോടെ അല്ലാതെ ഒരു കുർബാന പോലും ഞാൻ തീർക്കാറില്ല. അത് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. കുർബാന ഒരിക്കലും നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ചെയ്യാറില്ല. പ്രത്യേകാൽ ഒന്നും തന്നെ നമ്മുടെ കാര്യങ്ങൾ വിളിച്ചു പറയുകയല്ല അവിടെ ചെയ്യുന്നത്. ആ കുർബാനയിൽ അച്ഛൻ പറഞ്ഞു പോകുന്ന സകല വരികളിലും നമ്മുടെ സകല കാര്യങ്ങളിലും ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ജപമാലയും ഏറ്റവും ശ്രദ്ധയോടുകൂടി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജപമാല ചൊല്ലുമെന്നുണ്ടായിരുന്നെങ്കിലും പരീക്ഷയിൽ ജയിപ്പിക്കണേ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. മാതാവിൻ്റേതായ സമയവും മാതാവിൻ്റെ മധ്യസ്ഥതയാൽ കർത്താവായ യേശു ക്രിസ്തുവിനും എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സമയവും നീക്കി വയ്ക്കുവാനായിട്ടും ഞാൻ ശ്രമിക്കുന്നു. സങ്കീർത്തനം 4:7 ധാന്യത്തിൻ്റെയോ വീഞ്ഞിൻ്റെയോ സമൃദ്ധിയാൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ജെയ്മി ജേക്കബ് കോട്ടയത്തിൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് ഉടമ്പടി ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമല്ല, പ്രവൃത്തി ജീവിതമാണെന്ന്. പ്രവൃത്തിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് പറയുന്നത്. 2-3 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഡിപ്രഷൻ മൂലം വേദനിക്കുകയാണ്. ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞവർ അതിൽ വേദനിക്കുമ്പോൾ ആ കുട്ടിയെ ഒന്നിരുത്താൻ അവർ പ്രവൃത്തി ചെയ്തത് പരിശുദ്ധമ്മയുടെ നേർച്ച വസ്തുക്കളായ തേനും ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചതാണ്. ഇതാണ് പ്രവൃത്തി. ജീവിതത്തിൽ പ്രവൃത്തിയാണ് കൂടുതൽ വേണ്ടത്. ഉടമ്പടി ജീവിതം പ്രവൃത്തിയിലേക്ക് മാറുകയാണ്. അവർക്കൊരു വ്യക്തി ഒരു പേപ്പർ കൊടുത്തു, ഒന്നും മിണ്ടാതെ. അതിനുശേഷം അവർ പത്രം കൊടുക്കുന്നത് അവരുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ്. സമയമെടുത്താണ്. 10 കെട്ടോ 20 കെട്ടോ പേപ്പർ കൊടുത്തെന്നുകൊണ്ടതല്ല. അവർ കുറച്ചേ കൊടുക്കുന്നുള്ളൂ, എങ്കിലും അതവരുടെ മോൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ്. ഇതാ പ്രവൃത്തി. ഈ പ്രവൃത്തിയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കൃപാസന പത്രങ്ങൾ ഭാഷകൾ അറിഞ്ഞില്ലെങ്കിലും 2-3 ഭാഷകൾ ചേർത്താണ് ബാംഗ്ലൂരുള്ളവർക്കെല്ലാം കൃപാസന പത്രം കൊണ്ടേ കൊടുക്കുന്നത്. ഇവരുടെ മോൻ്റെ സാക്ഷ്യം പറഞ്ഞ അത്രയും പരിശുദ്ധമ്മ അൾത്താരയിൽ വരുത്തിയിരിക്കുകയാണ് പ്രവൃത്തിയിലൂടെ. കൃപാസനത്തിൽ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം പ്രവൃത്തിയിലൂടെയാണ്. ആ ഓഫീസിൽ ചെന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഒപ്പിടുകയാണ്. അത് പ്രവൃത്തിയാണ്. പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തിയും വേണം. അങ്ങനെ അവർ ഉപ്പിട്ടു. അമ്മയുടെ കൈവപ്പുള്ള വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടേയിട്ടപ്പോൾ ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ ആ ബാങ്കിലെ ആ ഉദ്യോഗസ്ഥൻ ഞായറാഴ്ച ഒരു ഉദ്യോഗസ്ഥരും വിളിക്കാത്തത് സമയത്തിൻ്റെ അമ്മ അവർക്ക് സമയം മാറ്റിക്കൊടുക്കുകയാണ്. അത് സാധിച്ചു കൊടുത്തു. കുഞ്ഞ് ഇന്നിപ്പോൾ അൾത്താരയിലെ ഒരു ബാലനായിട്ട് മാറി. ഇതെല്ലാം പ്രവൃത്തിയിലൂടെയാണ് അവർക്ക് കിട്ടിയത്. ഉടമ്പടി ജീവിതം പ്രവൃത്തി മുന്നോട്ട് വെച്ചപ്പോൾ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം പ്രവൃത്തിയാണ്.
ജോലി ഒരിക്കലും കിട്ടില്ലെന്ന് പറഞ്ഞിരുന്നതാ വിദേശത്ത് പോകുവാൻ. അതെല്ലാം പ്രവൃത്തിയിലൂടെ വാങ്ങിച്ചെടുത്തു. കൃപാസന പത്രവും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഇതെല്ലാം പ്രവൃത്തി മൂലം മാറ്റിയപ്പോൾ പരിശുദ്ധമ്മ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം സമയച്ചുരുക്കത്തിൽ സമയത്തിൻ്റെ അമ്മ ചെയ്തു കൊടുത്തു. ഉടമ്പടി ജീവിതം പ്രവൃത്തി മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവൃത്തിയിൽ ജീവിച്ചാൽ പരിശുദ്ധമ്മ ഒരിക്കലും കൈവിടില്ല. നമ്മുടെ ലക്ഷ്യം ഭൗതികമല്ല, ആത്മീയമായിരിക്കണം. നമ്മുടെ നിത്യജീവനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരും. നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. ഉടമ്പടി ജീവിതം പ്രവൃത്തിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊന്നിനും വിഷമിക്കേണ്ടി വരില്ലെന്ന് ജെയ്മി ജേക്കബ് കോട്ടയത്തിൻ്റെ സാക്ഷി നമ്മോട് പറയുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ സമർത്ഥമായി അമ്മ നമ്മുടെ കൂടെ ഇടപെടും. നമ്മൾ ചെയ്യേണ്ടത് യേശു എന്ത് പറഞ്ഞ് നമ്മളോട് അതാണ് ചെയ്യേണ്ടത്. അമ്മ നമ്മളോട് പറഞ്ഞതാണ്, അവൻ എന്ത് നിങ്ങളോട് പറയുന്നു അതുപോലെ ചെയ്തോളൂ. ഈശോ എന്ത് പറഞ്ഞത് ഉടമ്പടി ജീവിതം പ്രവർത്തികമാക്കി കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നടക്കില്ലെന്നുള്ള കാര്യങ്ങൾ പരിശുദ്ധമ്മ നമുക്ക് ഈസിയായിട്ട് ലൈറ്റ് വെയ്റ്റായിട്ട് നമുക്ക് സാധിച്ചു തരും. നമ്മുടെ ഗ്രേസ് അല്ല, അമ്മയുടെ ഗ്രേസാണ്. നമ്മൾക്കൊന്നും എടുക്കാനില്ലെന്നുള്ളതാണ് ആ മോള് നമ്മളോട് പറഞ്ഞു തരുന്നത്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്ന് ഈ വ്യക്തി നമ്മളോട് പറയുകയാണ്. ഇവർക്ക് കിട്ടിയ അനുഗ്രഹത്തിന്, പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.